അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 50-ാമത്തെ വയസ്സിലാണ് പ്രിയ പത്നി ഖദീജ വഫാത്താവുന്നത്. ഇതേ വർഷം തന്നെയാണ് പിതൃവ്യൻ അബൂ താലിബ് മരണപ്പെടുന്നത്. ദുഃഖവർഷം അഥവാ ആമുൽ ഹുസ്ൻ എന്ന പേരിലാണ് ഈ വർഷം അറിയപ്പെടുന്നത്. അഭയം നഷ്ടപ്പെട്ടു പോയ പുണ്യനബി മറ്റൊരു അഭയത്തിന് വേണ്ടി തൻ്റെ കുടുംബക്കാർ താമസിക്കുന്ന തായിഫിലേക്ക് യാത്ര പോവുകയാണ്. പക്ഷേ തായിഫുകാർ നബിയെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവ മൂലം വല്ലാത്ത നിരാശയും ദുഃഖവും മാനസിക പ്രയാസവും നേരിട്ടു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നടത്തുകയുണ്ടായി. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അഷ്കു ഇലൈക ലഅഫ ഖുവതി വഖില്ലത ഹൈലതി ഫഅൻത റബ്ബുൽ മുസ്തളഅഫീൻ ലാ തകിൽനി ഇലാ അഹദിൻ മിനൽ ആലമീൻ വക്ഫിനി മാ അമസ്സനി ഇന്നക അലാ ദാലിക ലഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അങ്ങനെ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിട്ടാണ്, ഈ പ്രയാസത്തിന് ഒരു ആയാസമായിട്ടാണ്, ഈ ഞെരുക്കത്തിന് ഒരു ആശ്വാസമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇസ്രാഇനും മിഅ്റാജിനും അവസരം കിട്ടുന്നത്. ഈ ചരിത്രത്തെ ഓർത്തുകൊണ്ട് ഓരോ മിഅ്റാജ് ദിനത്തിലും, അതുപോലെ നാം അകപ്പെട്ടുപോയ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കും ആ പ്രാർത്ഥന ചെല്ലാം. അല്ലാഹുമ്മ ഇന്നി അഷ്കു ഇലൈക ലഅഫ ഖുവതി വഖില്ലത ഹൈലതി ഫഅൻത റബ്ബുൽ മുസ്തളഅഫീൻ ലാ തകിൽനി ഇലാ അഹദിൻ മിനൽ ആലമീൻ വക്ഫിനി മാ അമസ്സനി ഇന്നക അലാ ദാലിക ലഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.